വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 306. പരാജയപ്പെടാൻ ഒരുക്കമല്ലാത്തവർക്കാണ് അതിജീവനം അനായാസമാവുക. ജീവിതം പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഓരോരുത്തർക്കും നൽകുന്നത്. ചിലവ എളുപ്പം അതിജീവിക്കാനാവുന്നതാകും. എന്നാൽ ചില പരീക്ഷണങ്ങൾ തീവ്രവും അനായാസം മറികടക്കാനാവാത്തതുമാകാം. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കുകയും പരാജയപ്പെടാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിജീവനം അനായാസമാവുക എന്നാണ് ചരിത്രം നൽകുന്ന പാഠം. പ്രശസ്ത ജർമ്മൻ സിനിമാ സംവിധായകനായ വേർണർ ഹെർസോഗ് സംവിധാനം ചെയ്ത ശ്രദ്ധേയമായ ഒരു ഡോക്യുമെന്ററിയാണ് വിങ്സ് ഓഫ് ഹോപ്പ് എന്നത്. ഈ ഡോക്യുമെന്ററി ഒരു അതിജീവന കഥയാണ് പറയുന്നത്. അതിൽ മുഖ്യവേഷം അലങ്കരിക്കുന്നത് ജൂലിയൻ കൊയ്ക്കെ എന്ന പെൺകുട്ടിയാണ്. ഇതൊരു വിമാനാപകടത്തിന്റെ കഥയാണ്. 1971 ക്രിസ്മസ് രാത്രിയിലാണ് അത് സംഭവിച്ചത്. ജൂലിയൻ കൊയ്ക്കെ സഞ്ചരിച്ച വിമാനം ഇടിമിന്നലേറ്റ് തകർന്നു. വിമാനം തകർന്നതിനു ശേഷവും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. പെറുവിയൻ മഴക്കാടുകൾക്ക് 2 മൈൽ മുകളിൽ തന്റെ ഇരിപ്പിടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജൂലിയൻ. കാടിനുള്ളിൽ തകർന്നു വീണ വിമാനത്തിൽ അവൾ ജീവനോടെ അവശേഷിച്ചു. ശരീരത്തിന് ഗുരുതരമായ പരിക്കുകൾ ബാധിച്ചുവെങ്കിലും അവളിലെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ആ പരിക്കുകൾക്ക് കഴിയുമായിരുന്നില്ല. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേയൊരാൾ അവൾ മാത്രമായിരുന്നു. ചോക്ലേറ്റുകൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ജൂലിയൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കാടിനുള്ളിൽ ഒരു അരുവി കണ്ടെത്തിയത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ അവളെ സഹായിച്ചു. മറ്റൊരു പ്രതിസന്ധി കാട്ടിലെ പ്രാണികളായിരുന്നു. എന്നിട്ടും പിടിച്ചുനിന്ന ജൂലിയനെ 10 ദിവസങ്ങൾക്കു ശേഷം മരം മുറിക്കുന്ന തൊഴിലാളികളാണ് കണ്ടെത്തി രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ജീവിതവും മരണവുമായി പോരടിച്ച 10 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലേക്കും പുതുജീവിതത്തിലേക്കും എത്തിയ കഥയാണ് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഡോക്യുമെന്ററി പറയുന്നത്. മനുഷ്യാതിജീവനത്തിന്റെ ശക്തി അടയാളപ്പെടുത്തുന്നതാണ് ഈ സംഭവകഥ. ആത്മവിശ്വാസവും മനസ്സാന്നിധ്യവുമുണ്ടെങ്കിൽ ഏതവസ്ഥയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഈ കഥ തെളിയിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം. ആമസോൺ വനത്തിൽ ഒരു കൗമാരക്കാരി മാത്രം തനിച്ചുള്ള യാത്രയുടെ വെല്ലുവിളികൾ തുടങ്ങി ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളെ അതിമനോഹരമായി വിവരിക്കുന്ന വിങ്സ് ഓഫ് ഹോപ്പ് ആഴമുള്ള പ്രചോദനമേകുന്ന ഡോക്യുമെന്ററിയാണ്. പ്രതിസന്ധികൾക്കിടയിലും ആത്മവിശ്വാസത്തിൻ ബലത്തിൽ ജീവിതം തുടരുമെന്ന് കാണിക്കുന്ന ഒരു അസാധാരണ ജീവിതകഥ എന്ന നിലയിലാണ് ഇത് ലോകം ശ്രദ്ധിച്ചത്. ജീവിതം പല നിയോഗങ്ങളാണ് പലർക്കും നിശ്ചയിക്കുന്നത്. ആ നിയോഗം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. ജീവിതത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ താൽക്കാലികമാണ്. പദവികളും സ്ഥാനപ്പേരുകളും പരിമിതമാണ്. എന്നാൽ നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് എപ്പോഴും ഓർമ്മിക്കപ്പെടും. അതിനാൽ പുഞ്ചിരിയോടും ഗുണകാംക്ഷയോടും എല്ലാവരോടും പെരുമാറുകയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സൗരഭ്യം പരത്തുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന മനസ്സുകളിലാണ് നൂതനവും ക്രിയാത്മകവുമായ ആശയങ്ങൾ രൂപം കൊള്ളുകയും പുരോഗതിയുടെ പരിസരമൊരുങ്ങുകയും ചെയ്യുക. മാത്രമല്ല, പാരസ്പര്യത്തിന്റെയും സഹകരണത്തിന്റെയും സവിശേഷമായ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസവും വർദ്ധിക്കാനാണ് സാധ്യത. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുക. അവരുമായി നല്ല രീതിയിൽ ഇടപഴകാനും അവരെ ബഹുമാനിക്കാനും ശ്രമിക്കുക. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപാട് കാലം തങ്ങി നിൽക്കും. ആ ഓർമ്മകളും പെരുമാറ്റഗുണവും തന്നെയാകും ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യം, പദവി, സമ്പത്ത് ഇവയെല്ലാം ഏതു സമയത്തും മാറിമറിയാം. ഒന്നിലും അഹങ്കാരിയാവാതെ വിനയാന്വിതരായും ലാളിത്യത്തോടെയും ജീവിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഹങ്കാരികളെ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടാവുകയില്ലെന്നാണ് ചരിത്രം. ലോകത്തുള്ള മരങ്ങൾ മുഴുവൻ പേനയായും സമുദ്രങ്ങളിലെ വെള്ളം മുഴുവൻ മഷിയായും മാറിയാലും എഴുതിത്തീരാത്ത മഹാഗ്രന്ഥമാണ് പ്രപഞ്ചം. പുസ്തകങ്ങൾ നശ്വരമാകാം, എന്നാൽ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ വചനം കാലത്താൽ സ്പർശിക്കപ്പെടാതെ അനശ്വരമായി തുടരുമെന്നാണ് പ്രമാണം. ജീവിതയാത്രയിലെ ഓരോ മുഹൂർത്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും പകർത്തേണ്ടത് പകർത്തിയും തിരുത്തേണ്ടത് തിരുത്തിയും മുന്നേറാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ജീവിതപാത അനായാസമാകും. വിജയമന്ത്രങ്ങൾ.
വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.